പി ദിവ്യ നമുക്കറിയാം കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ രാജിവെച്ച ഒഴിവിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു കണ്ണൂരിൽ. പി ദിവ്യ ഇന്ന് വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്നുള്ള വിവരമുണ്ട്. അഡ്വക്കേറ്റ് രത്നകുമാരിയാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പുതിയ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പി ദിവ്യ രാജിവെച്ച് ഒഴിഞ്ഞ ഒഴിവിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF കൃത്യമായ മേൽക്കൈയുള്ളതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്ന് കരുതുന്നു. അപ്പോൾ ഒരു അട്ടിമറിക്കൊന്നും സാധ്യതയില്ല. രത്നകുമാരി പുതിയ ജില്ലാ പ്രസിഡന്റായി വരും അല്ലേ? പ്രജിൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഈ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്ന് രാവിലെ 11 മണിക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കുക. സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ 24 അംഗ ഭരണസമിതിയിൽ നിലവിൽ 17 അംഗങ്ങൾ LDF ആണ്, 7 അംഗങ്ങളാണ് UDF ഉള്ളത്. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK രത്നകുമാരി പുതിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടും. UDF നിന്നും ജൂബിലി ചാക്കോയാണ് സ്ഥാനാർത്ഥിയാവുന്നത്. എന്തായാലും ആ തരത്തിൽ KK രത്നകുമാരി തന്നെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പി ദിവ്യ ഇന്ന് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമോപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദ യാത്രയപ്പ് കഴിഞ്ഞ് ഇന്ന് 1 മാസം പിന്നിടുകയാണ്. അതേ ദിവസമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രജിൻ.